കായംകുളം കൊറ്റംകുളങ്ങരയിൽ സ്റ്റുഡിയോ ഉടമയ്ക്ക് നേരെ ആക്രമണം. വർണ്ണം സ്റ്റുഡിയോ ഉടമ സലീമിനെയാണ് ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സലീമിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അക്രമികൾ സ്റ്റുഡിയോയിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ ആക്രമണത്തിന് കാരണം എന്താണ്? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് നമുക്ക് കായംകുളം പോലീസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രാത്രി 9:30 ആക്രമണം. കായംകുളം കൊറ്റംകുളങ്ങരയിലെ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വർണ്ണം സ്റ്റുഡിയോയിൽ സലീമിനെ, അത് ആ ഉടമ ആയിട്ടുള്ള ആളാണ് സലീമിനെ രാത്രി 9 മണിയോടുകൂടിയാണ് ഒരു സംഘം ആളുകൾ ഒമനി വാഹനത്തിലാണ് എത്തുന്ന ആ കടയിലേക്ക്. അതായത് 7 പേര് ഉണ്ടായിരുന്നു. 7 പേർ ചേർന്ന് കടയ്ക്കകത്ത് കയറി ഈ സലീമിനെയും മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും വെട്ടി. സലീമിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. സലീമിന്റെ തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റു. എന്താണ് കാരണം എന്നറിയില്ല. പിന്നീട് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു, ഈ വാഹനത്തിൽ രക്ഷപ്പെട്ടു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സലീമിനെ എത്തിച്ചിട്ടുണ്ട്. സലീമിന്റെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് കൂടി വ്യക്തത വന്നിട്ടില്ല. പിന്നീട് കായംകുളത്തെ ആശുപത്രിയിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സലീമിനെ മാറ്റിയിട്ടുണ്ട്. 7 പേരടങ്ങുന്ന സംഘമാണ് രാത്രി 9 മണി കഴിഞ്ഞ് എത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നുണ്ടായ കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്താണെങ്കിലും സലീമിനും ഒപ്പം തന്നെ സലീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും 7 പേരടങ്ങുന്ന സംഘം ഈ സ്റ്റുഡിയോയിൽ കയറി മാരക ആയുധങ്ങളുമായി വർദ്ധിച്ചതിന്റെ പ്രശ്നങ്ങളുണ്ട്. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കായംകുളം കൊറ്റംകുളങ്ങരയിലാണ് സ്റ്റുഡിയോ ഉടമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്.